ഇന്ന് നടന്ന LD പരീക്ഷയിലെ ക്വസ്റ്റ്യൻ പേപ്പർ കോട്ടയം കോഴിക്കോട് ജില്ലകളിലായിട്ട് നടന്ന മാത്സ് ക്വസ്റ്റ്യൻസ് LD പരീക്ഷയിലെ മാത്സ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒറ്റയാനെ കണ്ടെത്തുക. 638 985 11 121 15 227 ഇതാണ്. അപ്പൊ ഈ 6ന്റെ സ്ക്വയർ ഉണ്ടല്ലോ, 6ന്റെ സ്ക്വയർ 36. ആ 36നോടൊപ്പം 2 കൂട്ടുന്നതാണ് യഥാർത്ഥത്തിൽ ഈ 38 എന്ന് പറയുന്നത്. ശരിയല്ലേ? ജസ്റ്റ് ഇവിടെ നോക്ക്. 9ന്റെ സ്ക്വയർ 81 ആണ്. ആ 81നോടൊപ്പം 4 കൂട്ടിയാൽ നമുക്ക് ഈ 85 കിട്ടും. 4 കൂട്ടപ്പോഴാണ്. 11ന്റെ സ്ക്വയർ നിങ്ങൾക്കറിയാം. 11ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 121 ആണ്. 121നോടൊപ്പം 2 കൂട്ടപ്പോഴാണ് 123 കിട്ടുന്നത്. 15ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 225 ആണ്. ആ 225നോടൊപ്പം 2 കൂട്ടപ്പോഴാണ് ആ 227 കിട്ടുന്നത്. അപ്പൊ നമ്മൾ നോക്ക്, 36, 6ന്റെ സ്ക്വയർ 36 പ്ലസ് 2, 11ന്റെ സ്ക്വയർ 121 പ്ലസ് 2, 15ന്റെ സ്ക്വയർ 225 പ്ലസ് 2. ഈ മൂന്നെടുത്തും സ്ക്വയറിനോടൊപ്പം ഇപ്പുറത്തുള്ള സംഖ്യയുടെ സ്ക്വയറിനോടൊപ്പം 2 കൂട്ടിയതാ. ഇവിടെ മാത്രം 4 കൂട്ടി. അപ്പൊ ഇയാൾ ഒറ്റയാനായില്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ഓപ്ഷൻ ബി ഉത്തരം. രണ്ടാമത്തെ ചോദ്യം നോക്കിയാലോ. രണ്ടാമത്തെ ചോദ്യം 168 പ്ലസ് ബ്രാക്കറ്റ് 72 ഡിവൈഡ് ബൈ 9 ഇൻറ്റു 3 ബൈ 2 ഇൻറ്റു 1 പ്ലസ് 12 ബൈ 4. സിമ്പിളാണ്. ഇപ്പൊ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് ആദ്യം നമ്മൾ ചെയ്യണം. ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അതിനകം വേണം ഫസ്റ്റ് വൺ ചെയ്യാൻ. ഓക്കെ, അപ്പം ഇവിടോട്ടങ്ങ് ചെയ്യുക. എൻ്റെ ബാക്ക് ഇങ്ങോട്ടങ്ങ് ചെയ്യുവാണേ. ഈക്വൽ ടു ഈ 168 അതേപടി നമ്മൾ എഴുതി. പ്ലസ് ഈ 72/9 നമുക്കറിയാം. 72/9 എത്ര? 8. ശരിയല്ലേ? ഇൻറ്റു ഒരു 3 ഉള്ളത് ബൈ 2. ഈ ബ്രാക്കറ്റിനകം നമ്മൾ ആദ്യം ചെയ്യണം. അപ്പൊ 1 പ്ലസ് 12/4 എത്ര നമുക്കറിയാം? 3 ആണ്. ഓക്കെ, ഇനി അടുത്തത് 168 അങ്ങനെ തന്നെ മൾട്ടിപ്ലിക്കേഷനായി ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത്. അതായത് ഈ ഭാഗം ഫുള്ള് ആദ്യം കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പൊ 8 ഇൻറ്റു 3 നമുക്കറിയാം 24 ആണ്. ബൈ ഇതിപ്പോ 3 പ്ലസ് 1 4, 4 ഇൻറ്റു 2 8 എന്നങ്ങ് എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ, 3 പ്ലസ് 1 4, 4 ഇൻറ്റു 2 8. ഇനി 168 27 ആഡ് ചെയ്തോ. 8 4 12 2 ഇഷ്ടം 1, 6 2 8 1 9, 192/8. 192നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പരിപാടി കഴിഞ്ഞ്. അപ്പൊ 192 ഡിവൈഡഡ് ബൈ 8. 2 8 16, 3 2, 4 8 32 0. അപ്പൊ 192 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 24 എന്ന് കിട്ടുന്നു. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ എ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്താലോ. താഴെ തന്നിരിക്കുന്ന സംഖ്യകളുടെ മീഡിയൻ കാണുക. മീഡിയൻ എന്ന് പറഞ്ഞാൽ തന്നേക്കുന്ന സംഖ്യകളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുക. എന്നിട്ട് നടുക്ക് നിൽക്കുന്നത് ആരാണെന്ന് നോക്കുക. ആ നടുക്ക് നിൽക്കുന്ന ആളാണ് മീഡിയൻ. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാം. അപ്പൊ ഇവിടെ 6.10 ഉണ്ട്. ഈ 10 18 25 പോയിന്റിന് ശേഷം എല്ലാം 6 ആയതുകൊണ്ട് നമുക്ക് അതിനെ മൈൻഡ് ചെയ്യേണ്ട. പോയിന്റിന് ശേഷം നിൽക്കുന്നതിനെ നോക്കിയാൽ മതി. അപ്പൊ അത് ഏറ്റവും ചെറുത് 6.10 ആണ്. അങ്ങനെ 2 എണ്ണം ഉണ്ട്. അപ്പം ഞാൻ അതങ്ങ് ആദ്യം എഴുതുവാണ്. 6.10, 6.10. അപ്പൊ ഈ 2 എണ്ണം ഞാൻ എഴുതി കഴിഞ്ഞു. പിന്നെ 10നേക്കാൾ പിന്നെ അടുത്ത വലുതാരാ? ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതണ്ടേ. അപ്പൊ 1 വെച്ച് പിന്നെ ഉണ്ട് 6.15 ഉണ്ട്. ഓക്കെ, അപ്പൊ 6.15. ഇനി അടുത്തത് 1 വെച്ചുള്ളതൊന്ന് ഉണ്ട് 6.18 ഉണ്ട്. അപ്പൊ 6.18. പിന്നെ 1 വെച്ച് വല്ലവരും ഉണ്ടോ? ഇല്ല. പിന്നെ 2ലേക്ക് നമ്മൾ കിടക്കുവാണ്. 6.20 2 എണ്ണം ഉണ്ട്. അപ്പൊ അത് 2 എഴുതണം. 6.20. അടുത്തത് 6.20. പിന്നെ 6.21 ഉണ്ട്. 6.21. അതിനുശേഷം ഇനി ഒരാൾ കൂടി മാത്രം 6.25. എഴുതുന്നതിനെ നോട്ട് ചെയ്ത് പോകണം. അപ്പൊ നമുക്ക് എന്തെങ്കിലും മിസ് ചെയ്ത് പോയിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. അപ്പൊ എന്നിട്ട് ഇതിന്റെ നടുക്ക് ഇരിക്കുന്നത് ആരാന്ന് നോക്കണം. 1 2 3 4. 1 2 3 4. അപ്പം 4ആയിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് ഇതിനകത്ത് നടുക്ക് ഒരാളെ കാണാൻ പറ്റത്തില്ല. ഇയാൾ നടുക്കാന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നടുക്കാണെങ്കിൽ ഇടത്തോട്ടുള്ള ആളും വലത്തോട്ടുള്ള ആളും സെയിം ആയിരിക്കണം. ഈവൻ നമ്പർ ആയത് മൊത്തം ഉള്ളത് കേട്ടോ. 1 2 3 4 5 6 7 8. ഈവൻ നമ്പറാണ് എണ്ണമെങ്കിൽ നടുക്ക് ഒരാളായിരിക്കത്തില്ല, 2 പേരായിരിക്കും.
ഇപ്പൊ 4 വിരല് ഇതിന്റെ നടുക്കത്ത് ആരാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒന്ന് ഈ രണ്ടുപേരല്ലേ നമുക്ക് പറയാൻ പറ്റൂ. അതേ പോണക്ക് അപ്പൊ ഇവിടെ നടുക്ക് ഇരിക്കുന്നത് ഇവര് രണ്ടുപേരുമാണ്. ശരിയല്ലേ? ഒരാൾ മാത്രമായിരുന്നേ അതായിരുന്നു മീഡിയൻ. ഇപ്പൊ ഓഡ് നമ്പറാണ്, എണ്ണം ഒരൊറ്റ സംഖ്യയാണെ ഒരാളുണ്ട്. ഇപ്പൊ 5 വിരല്. ഇപ്പൊ ഇതിൽ നടുക്കിരിക്കുന്ന ആൾ ഇയാളാണെന്ന് നമുക്ക് പറയാം, നടുവിരല് നടുക്കിരിക്കുന്ന ആള്. പക്ഷെ 4 ആണെങ്കിലോ ഒരാളെ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, ആ ഒരവസ്ഥ. അപ്പൊ ഇവിടെ 8 പേരുണ്ട്. ഇപ്പൊ നടുക്ക് 2 പേരെ നമ്മൾക്ക് ഉൾപ്പെടുത്തേണ്ടി വരും, ഇയാളും ഇയാളും. ഇപ്പുറത്തപ്പോ ഒരു 3 പേര്, അപ്പുറത്തോട്ട് 3 പേര്, സെന്ററിൽ നിൽക്കുന്ന 2 പേര്. അപ്പൊ അതിന്റെ ആവറേജ് കണ്ടുപിടിക്കണം. 6.18ന്റെ 6.20ന്റെ ആവറേജ് നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഇതിന്റെ രണ്ടിന്റെ നടുക്ക് ഇരിക്കുന്ന ആൾ ആരാന്ന് അന്വേഷിച്ചാൽ മതി. 6.19 അല്ലേ? 6.19 അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഇത് തന്നെ 6.18ന്റെ 6.20ന്റെ ആവറേജ്. എങ്ങനെ അത് ആവറേജ് എടുക്കുന്നത്? 6.18ഉം 6.20 കൂടെ ആഡ് ചെയ്തിട്ട് പകുതി എടുക്കണം. ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് പകുതി എടുക്കണം എന്ന് വെച്ചാൽ ഇതിന്റെ നടുക്ക് ഇരിക്കുന്ന ആള്. അപ്പൊ നമുക്കൊന്ന് കൂട്ടാം. 8 2 1 3 12. എന്നിട്ട് അതിന്റെ പകുതി എടുക്കണം. 12.38ന്റെ പകുതി 1238ന്റെ പകുതി. അപ്പൊ 6 2 12. അടുത്ത 3 താത്തിറക്കി. 1 2 2 1 8 9 2 18 0. അപ്പൊ 12.38ന്റെ പകുതി 6.19. അത് ചെയ്യേണ്ട കാര്യം പോലും ഇല്ല, നമുക്ക് നോക്കപ്പെട്ട് തന്നെ ഉത്തരം എഴുതാൻ പറ്റും. ഓക്കെ, ഇവർ രണ്ടുപേരുടെയും നടുക്കിരിക്കുന്നത് 6.10 സോറി 6.19. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഡി ഉത്തരം. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. 4ാമത്തെ ചോദ്യം. ഒരു കോഡ് ഭാഷയിൽ വൈറ്റ് എന്ന വാക്കിനെ JUVGR എന്ന് എഴുതാമെങ്കിൽ ബ്ലാക്ക് എന്ന വാക്കിനെ എങ്ങനെ എഴുതാം? അപ്പൊ വൈറ്റ് WHITE. വൈറ്റിനെ നമ്മൾ എങ്ങനെ എഴുതിയേക്കുന്നത്? JUVGR. അപ്പൊ അതിന്റെ കോഡിങ് എങ്ങനെ നടത്തിയേക്കുന്നത് നമുക്ക് നോക്കാം. W എന്ന് പറയുന്ന നമ്പർ, ലെറ്ററിന്റെ നമ്പർ 23 ആണ്. W 23ാമത്തെ ലെറ്റർ ആണ്. A1 B2 C3 D4 എന്നിങ്ങനെ എഴുതുവാണെങ്കിൽ W 23ാമതായിട്ട് വരും. J എന്ന് പറയുന്നത് 10ാമത്തെ ലെറ്റർ ആണ്. ഓക്കെ, ഞാൻ എല്ലാത്തിനും നമ്പർ ഇട്ട് കൊടുക്കുക. H8 ആണ്. U 13 ആണ്. U 23 22 23 അല്ലേ? U എത്രയായിരുന്നു? 21 അല്ലേ? 21. ഓക്കെ, U 21 ആണ്. ഓക്കെ, 21ാമത്തെ ലെറ്റർ ആണ് U. I എന്ന് പറയുന്ന 9 ആണ്. V എന്ന് പറയുന്നത് 22 ആണ്. T എന്ന് പറയുന്നത് 20 ആണ്. G എന്ന് പറയുന്നത് 7 ആണ്. E എന്ന് പറയുന്നത് 5 ആണ്. R എന്ന് പറയുന്നത് 18 ആണ്. വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവ തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ നോക്കുകയാണ്. 23ഉം 10ഉം തമ്മിലുള്ള ഡിഫറൻസ് 13 ആണ്. യഥാർത്ഥത്തിൽ 23നോടൊപ്പം 13 കുറയ്ക്കുന്നതോ കൂട്ടുന്നതോ 26 അക്ഷരത്തിൽ മൊത്തം 13 ലെറ്റർ ആയതുകൊണ്ട് കൂട്ടിയാലും കുറച്ചാലും ഒരേ സ്ഥലത്ത് പോകും കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു വാക്ക് മാത്രം ഉപയോഗിക്കുകയാണ്, കൂട്ടുന്നത്. 23നോടൊപ്പം 13 കൂട്ടിയാൽ 10 കിട്ടും. ശരിയാണോ? ശരിയാണ്. 23നോടൊപ്പം 13 കൂട്ടാം. ഓക്കെ, 23 24 25 26 26 ഇനി അടുത്ത 26 കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ A മുതൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം, കാരണം 26 അക്ഷരങ്ങളെ മൊത്തമുള്ളൂ. ഓക്കെ, പിന്നെ 26 കഴിഞ്ഞ് A 26 കഴിഞ്ഞ് പിന്നെ A തൊട്ടാ സ്റ്റാർട്ട് ചെയ്യേണ്ട. അപ്പൊ Aയുടെ നമ്പർ 1 ആണ്. അപ്പൊ 1 2 3 4 5 6 7 10 ആയിട്ടുണ്ട്. 8 9 10 അപ്പൊ 13 ആയി. 10ാമത്തെ ലെറ്റർ അപ്പൊ വരാൻ പോകുന്നത് 10ാമത്തെ ലെറ്റർ J. അതായത് 23നോടൊപ്പം 13 കൂട്ടിയാൽ നിങ്ങൾക്ക് 10 കിട്ടും. 23 കഴിഞ്ഞിട്ട് 13 കൂട്ടിയാൽ നിങ്ങൾക്ക് 10 കിട്ടും. ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ ഒന്നും ചിന്തിക്കാനില്ല. 23നോടൊപ്പം 13 അങ്ങ് കൂട്ടുക, 36. 26 കൂടിപ്പോയാൽ 26 അങ്ങ് കുറച്ചാൽ മതി, 10. അതാ ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. 8നോടൊപ്പം 13 കൂട്ടുമ്പോഴാണ് 13 + 8 ആണ് 21. ഐക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അവർ V ആ ഉപയോഗിച്ചേക്കുന്നത്. 9നോടൊപ്പം 13 കൂട്ടുന്നതാണ് 22. 20നോടൊപ്പം 13 കൂട്ടിയാൽ 7 കിട്ടും. ശരിയാണോ? കൂട്ടി നോക്കാം. 20 + 13 20നോടൊപ്പം നമ്മൾ 13 കൂട്ടുന്നത്, അപ്പോൾ നിങ്ങൾക്ക് 33 കിട്ടും. ഈ 33 20 എന്ന് പറയുന്ന ഒരു ലെറ്റർ ഇല്ല. അപ്പൊ അത് 26 കൂടിപ്പോയാൽ നിങ്ങൾ 26 അങ്ങ് കുറച്ചാൽ മതി. 26 കുറച്ച് നമുക്ക് 7 വരും. ഓക്കെ, ആ 7 അവർ കൊടുത്തേക്കുന്നത്. ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് G അല്ലേ? ആ 7 അവർ കൊടുത്തേക്കുന്നത്. അപ്പൊ ഇതിനോടൊപ്പം എല്ലാം 23 കൂട്ടുക, 13 കൂട്ടുക. അതങ്ങ് 26 കൂടിപ്പോയാൽ എന്ത് ചെയ്യുക?
26 കുറച്ചാൽ മതി. മനസ്സിലായോ? നമ്മുടെ ക്ലോക്കിലുള്ള കഥ അതേ കണക്ക് തന്നെ. ഇപ്പൊ 18 മണി എന്ന് പറയുന്നത് അതിപ്പം 12 മണി കൂടിപ്പോയി. അപ്പൊ 18 മണി എത്രയാണെന്നറിയാൻ നമ്മൾ എന്ത് ചെയ്യും? ക്ലോക്കിൽ ആകെപ്പാടെയുള്ള മാക്സിമം 12 ആ 12 അങ്ങ് കുറയ്ക്കുന്നത്. ഇപ്പൊ 18 നിന്ന് 12 6 മണി നമ്മൾ പറയത്തില്ലേ, അതേ അവസ്ഥ. ഇനി അടുത്ത ഈനോടൊപ്പം 5നോടൊപ്പം 13 കൂട്ടുന്നു 18. അപ്പൊ സംഭവം മനസ്സിലായോ? പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഇപ്പം 23നോടൊപ്പം 13 കുറച്ചാലും 10 കിട്ടും. ഓക്കെ, ഈ 23 13 കുറച്ചാലും 10 കിട്ടും. അതായത് 13 കൂടുതലുള്ള എല്ലാ സംഖ്യയിൽ നിന്നും 13 കുറച്ചും അല്ലാത്ത സംഖ്യയിൽ നിന്ന് 13 കൂട്ടി എഴുതി എന്ന് പറഞ്ഞാൽ ഇത് ശരിയാണ്. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ റിലേഷൻ. ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബ്ലാക്ക് ചുമ്മാ നോക്കാം. ബ്ലാക്ക് എല്ലാത്തിനോടൊപ്പം നമ്മൾ 13 കൂട്ടാൻ പോവാ. 2നോടൊപ്പം 13 കൂട്ടിയാൽ 15. അപ്പൊ 15ാമത്തെ ലെറ്റർ ആര്? 13 + 2 15. 15ാമത്തെ ലെറ്റർ O ആണ്. എല്ലാം O തുടങ്ങിയേക്കുക. ഇനി L എന്ന് പറഞ്ഞാൽ 12 ആണ്. 12നോടൊപ്പം 13 കൂട്ടിയാൽ എത്ര? 25 അല്ലേ? 25ാമത്തെ ലെറ്റർ Y ആണ്. അപ്പൊ Y തുടങ്ങുന്നത് ഒഴിവാക്കിയിട്ട് ബാക്കി വെട്ടാം. ഇനി അടുത്ത Aയുടെ ലെറ്റർ 1 ആണ്. 1നോടൊപ്പം 13 കൂട്ടിയാൽ എത്ര? 14 ആണ്. 14ാമത്തെ ലെറ്റർ N ആണ്. 14ാമത്തെ ലെറ്റർ A1 B2 C3 അങ്ങനെ പോകുമ്പോൾ 14ാമത്തെ ലെറ്റർ N ആണ്. OYN നിലനിർത്തിയിട്ട് വാക്ക് കേട്ടോ എന്ന് വെച്ചാൽ ഇതും കൂടെ ഔട്ട്. മനസ്സിലായില്ലേ? A1 ആണ്. 1 + 13 14. 14ാമത്തെ ലെറ്റർ N ആണ്. ഇനി അടുത്ത C3 ആണ്. 3നോടൊപ്പം 13 കൂട്ടിയാൽ 16 വരും. 16ാമത്തെ ലെറ്റർ ആരായിരുന്നു? P ആണ്. P. K 11 ആണ്. 11നോടൊപ്പം 13 കൂട്ടിയാൽ 24. 24ാമത്തെ ലെറ്റർ X ആണ്. X 24ാമത്തെ ലെറ്റർ ആണ്. OYNPX. OYNPX കണ്ടോ? ഓപ്ഷൻ C. ക്ലിയർ ആയില്ലേ? അപ്പം എല്ലാത്തിനോടും 13 കൂട്ടുക. ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങ് 26 കൂടിപ്പോയാൽ ആ 26 കുറച്ചാൽ മതി. 23 + 13 36. അതങ്ങ് 26 കൂടുതലാണ്. 26 കുറച്ച് 10 എഴുതും. 8 + 11 21. 9 + 11 22. 20 + 13 20 + 13 33 ആയി. അപ്പം 33 നിന്ന് 26 കുറയ്ക്കുക, ബാക്കി 7. 7ാമത്തെ ലെറ്റർ കൊടുക്കുക. അത് തന്നെ കഥ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത 5ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, 1നും 50നും ഇടയ്ക്ക് വരുന്ന ഇരട്ട സംഖ്യകളുടെ തുക എത്ര? 1നും 50നും ഇടയ്ക്ക് വരുന്ന ഇരട്ട സംഖ്യകൾ എന്ന് പറയുമ്പം 2 തൊട്ട് തുടങ്ങും. 2 + 4 + 6 + എക്സെട്ര പ്ലസ് ലാസ്റ്റ് സംഖ്യ 1ഉം 50നും ഇടയിലാണ്. അപ്പൊ 50ഉം ഇല്ല, ഈ സംഖ്യയിൽ ഇതിനിടയ്ക്കുള്ള സംഖ്യകളെ വരത്തുള്ളൂ. അപ്പൊ 2 ആണ് ആദ്യത്തെ ഇരട്ട സംഖ്യ 1ന് ശേഷം വരുന്നത്. അപ്പൊ 2 4 6 എക്സെട്ര 50 ഇരട്ട സംഖ്യ, പക്ഷെ അത് എഴുതാക്കത്തില്ല. 48. ഇത് നമ്മൾ ഒരുപാട് കണ്ടു കാണും. 2 + 4 + 6 + എക്സെട്ര ടു 48. 2 തൊട്ടുള്ള ഇരട്ട സംഖ്യകളുടെ തുക നമുക്കറിയണം. അവസാന സംഖ്യ നിങ്ങൾക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിന്റെ പകുതി എടുക്കുക. 24ന്റെ പകുതി, 48ന്റെ പകുതി 24. ആ 24 തൊട്ടടുത്തതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഇതിന്റെ ഉത്തരം കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ ഇരട്ട സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ n × n+1 ആണ്. n × n+1. ഓക്കെ, അപ്പൊ 48 വരെയുള്ള ഇരട്ട സംഖ്യകൾ എത്രയാണെന്ന് അറിയണം. 48 വരെ എത്ര ഇരട്ട സംഖ്യ ഉണ്ട്? 24 എണ്ണം ഉള്ളത്. 10 വരെ എത്ര ഇരട്ട സംഖ്യ ഉണ്ട്? 5 എണ്ണം ഉള്ളത്. 12 വരെ എത്ര ഇരട്ട സംഖ്യ ഉണ്ട്? അതിന്റെ പകുതി എടുത്താൽ മതി. ഓക്കെ, അതിന്റെ പകുതി 12 വരെ എത്ര? 6 ഇരട്ട സംഖ്യ. അതേപോലെ 48 വരെ നമുക്ക് 24 ഇരട്ട സംഖ്യ ഉള്ളത്. അപ്പൊ n എന്ന് പറയുന്നത് 24. ആ n-ഉം തൊട്ടടുത്തേയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അതിന്റെ തുക കിട്ടും. 24 × 25. ഓക്കെ, 24 നമുക്ക് 6 × 4 എന്ന് എഴുതാം. × 25. 4 × 25 എന്ന് പറഞ്ഞാൽ 100 ആണ്. അപ്പൊ 100 × 6 × 100 600 എന്ന് വരും. അതായത് 24 × 25 എന്ന് പറഞ്ഞാൽ 600 എന്ന് വരും. 600. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഓപ്ഷൻ ബി 600. ചുമ്മാ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണം. ഇത് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് 2 തൊട്ടുള്ള ഇരട്ട സംഖ്യകളാണെന്ന് വെച്ചു. 100 വരെ നമുക്ക് കൂട്ടണം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ അവസാനത്തെ സംഖ്യയുടെ പകുതി എടുക്കണം. അതാണ് 100 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ എണ്ണം. ആദ്യം മുതൽ ആയിരിക്കണം കേട്ടോ. അങ്ങനെയാണ് ഈ 50ഉം തൊട്ടടുത്ത 51 മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും ഇതിന്റെ ഉത്തരം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫൈനൽ ഉത്തരം 600 എന്ന് വരുന്നു. അപ്പൊ ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ 6ാമത്തെ ചോദ്യം. അടുത്തത്, ഒരേ ചുറ്റളവുള്ള ചതുരങ്ങൾ കുറെ എണ്ണം നിരത്തി വെക്കുന്നത്. ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള ചതുരത്തിന്റെ നീളവും വീതിയും തമ്മിലുള്ള ബന്ധം എന്ത്? ഒരേ ചുറ്റളവുള്ള കുറെ ചതുരങ്ങൾ നമ്മൾ നിരത്തി വെച്ചെന്ന് വെച്ചോ, അതിൽ ഏറ്റവും വലിയ വിസ്തീർണം വരുന്നത് സമചതുരത്തിനായിരിക്കും. സമചതുരത്തിന്
ഓക്കെ, അപ്പോൾ ഒരേ ചുറ്റളവുള്ള കുറേ ചതുരങ്ങൾ സമയത്തിൽ ഒരു ചതുരമാണെന്ന് ഓർക്കണം. അപ്പോൾ ഒരേ ചുറ്റളവാണ് എല്ലാത്തിനും എങ്കിൽ പല ഷേപ്പിൽ നമ്മൾ ഒരേ ചുറ്റളവ് വരുന്ന ചതുരങ്ങൾ നിരത്തി വെച്ചാൽ ഏറ്റവും വലിയ വിസ്തീർണമുള്ള ചതുരം ഒരു സമചതുരമായിരിക്കും. ഓക്കെ, എല്ലാ വശങ്ങളും തുല്യമായിട്ടുള്ളത്. അപ്പൊ ചതുരം എന്ന് പറഞ്ഞാൽ എല്ലാ വശങ്ങളും തുല്യമാണ്. അപ്പൊ എല്ലാ വശങ്ങളും തുല്യം എന്ന് പറയുന്ന നീളവും വീതിയും തുല്യം. അപ്പൊ നീളവും വീതിയും തുല്യമാവുന്നത് സമചതുരത്തിന്റെ എല്ലാ നീളവും വീതിയും തുല്യമാവുന്നത് അത് ഓപ്ഷൻ സിയിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി. വേറൊന്നുമില്ല, ഈ ഒരു കുഞ്ഞറിവ് മാത്രം മതി ഈ ചോദ്യം കറുപ്പിക്കാൻ, സമയം പോലും ആവശ്യമില്ല. ഓക്കെ, അടുത്തൊരു സീരീസ് ആണ്. അടുത്ത പദം ഏത്? 3, 8, 15, 24. അടുത്തത് ചുമ്മാ ഒന്ന് കുറച്ച് നോക്കിയാലോ. 8 3 പോയി 5, അതായത് 5 കൂടി നിൽക്കുക. ഇവിടോ 8-നോടൊപ്പം 7 കൂട്ടപ്പോഴല്ലേ 15 കിട്ടുന്നത്. 5, 7. ഇനി അടുത്ത 9 ആണോ? ആണല്ലോ. 15 9 അല്ലേ 24. 3 + 5 8, 8 + 7 15, 15 9 24. അപ്പൊ സ്വാഭാവികമായിട്ടും 5 7 9. ഇനി 11 വരണം. ഓഡ് സംഖ്യ 5 തൊട്ടുള്ള ഓഡ് നമ്പർ ഒറ്റ സംഖ്യ. അപ്പൊ 24 + 11 35 ഉത്തരം. ഓക്കെ, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 125/8 the whole raised to 2/3 into 16/625 the whole raised to 1/2 equal to. ഇതിനകത്ത് ഏതാണ് എന്നതാണ് ചോദ്യം. അപ്പൊ 125 ഇവിടെ ഒരു /3 ഉണ്ടെങ്കിൽ, പവറിൽ ഒരു /3 ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ 125 എന്ന് പറയുന്നത് എന്തിൻ്റെയെങ്കിലും ഒരു ക്യൂബ് ആയിരിക്കും. അത് എന്തിൻ്റെയാണെന്ന് നോക്കാം. 5ന്റെ ക്യൂബ് ബൈ ഈ 8 എന്തിന്റെ ക്യൂബാണ്? 2ന്റെ ക്യൂബ്. അപ്പൊ റേസ് ടു നമുക്ക് 2/3 എന്ന് എഴുതാം. ഇൻറ്റു പവറിൽ ഒരു 1/2 ആണെങ്കിൽ ഉറപ്പായിട്ട് ഈ രണ്ട് സംഖ്യകൾ എന്തിൻ്റെങ്കിലും സ്ക്വയർ ആയിരിക്കും. 16 എന്തിന്റെ സ്ക്വയറാ? 4ന്റെ സ്ക്വയറാണ്. ബൈ 625 എന്തിന്റെ സ്ക്വയറാ? 25ന്റെ സ്ക്വയറാണ്. റേസ് ടു 1/2. ഇനി നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ 5ന്റെ ക്യൂബ് ബൈ 2ന്റെ ക്യൂബ്. ഇതിന് 2ന് പവർ 3 ആയതുകൊണ്ട് നമുക്ക് അതിനൊരു കോമൺ പവർ ആക്കി അങ്ങ് എഴുതാം ഈ 3. എന്നിട്ട് ഹോൾ റൈസ് ടു 2/3 അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇൻറ്റു 4ന്റെ സ്ക്വയർ ബൈ 25ന്റെ സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? 4/25 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. എന്നിട്ടൊരു പവർ ഉണ്ടല്ലോ 1/2, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി ഒരു പവറിന് മറ്റൊരു പവർ വന്നാൽ അവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഈ 3ഉം 2/3 കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. പവറിന് മറ്റൊരു പവർ ആണെങ്കിൽ പവറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പൊ 3ഉം 2/3 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 3 3 കൂടെ കട്ട് ചെയ്ത് പോയി 2 പവറായിട്ട് അവശേഷിക്കും. അതായത് 5/2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഇനി ഒരു പവർ, അതിന് വീണ്ടും ഒരു പവർ, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. 2 1/2 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 2 2 കൂടെ കട്ട് ചെയ്ത് 1 കിട്ടും. പവർ 1 വന്നാൽ പിന്നെ അത് എഴുതണ്ട, 4/25 എന്ന് മാത്രം വരും. ക്ലിയർ അല്ലേ? അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 5ന്റെ സ്ക്വയർ 25 ബൈ 2ന്റെ സ്ക്വയർ 4 ഇൻറ്റു 4/25. 25 കൂടെ കട്ട് 4/4 നമുക്ക് എത്ര കിട്ടും? 1 കിട്ടും. അത് രണ്ടും കൂടെ കട്ട് ചെയ്ത് 1 വരും. 0 അല്ല 1 വരും കേട്ടോ. അപ്പൊ ഫൈനൽ ഉത്തരം 1, ഓപ്ഷൻ എ. ഓക്കെ, ഇത് ഞാൻ മറ്റൊരു രീതിയിലും കൂടെ ഒന്ന് പറഞ്ഞുതരാം. ശ്രദ്ധിച്ചേട്ടോ, ഇത് എൻ്റെ ലോങ് ആയിട്ടുള്ള വഴിയാണ്. മറ്റൊരു സത്യം പറഞ്ഞുതരാം. നിങ്ങൾ അത് വെച്ചങ്ങ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പവർ നോക്കണം 2/3. അപ്പൊ ഇവിടെ ഒരു /3 ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സംഖ്യ റേസ് ടു 3 ആയിരിക്കും ഇതും. അപ്പൊ എന്തിന്റെ പവറിലാണോ /3 വന്നത്, ഡിവൈഡഡ് ബൈ 3 വന്നത്, അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് ഇത് എന്തെങ്കിലും റേസ് ടു 3 ആയിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 125 എന്ത് റേസ് ടു 3 മീൻസ് എന്തിന്റെ ക്യൂബാണ്? 5ന്റെ അല്ലേ? അപ്പൊ ആ 5 അങ്ങോട്ട് എഴുതുക, ബൈ ഇടുക. ഈ 8 എന്തിന്റെയോ ക്യൂബ് ആയിരിക്കും 2. അങ്ങനെയാണെങ്കിൽ ആ എന്തിന്റെയോ ക്യൂബാണെന്ന് നമ്മൾ ആലോചിച്ചല്ലോ, 5ന്റെ 2ന്റെ, അതിന്റെ എഫക്റ്റ് ആയിട്ട് ഈ 3നെ അങ്ങ് വെട്ടിക്കളഞ്ഞേക്കും. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് 2/3, അതിന്റെ അകത്ത് ഡിനോമിനേറ്ററിനെ കളയുക എന്നുള്ളതാണ്. അപ്പൊ ഈ 3നെ ഞാൻ വെട്ടിക്കളഞ്ഞു. പകരം എന്ത് എഴുതണം അതിന്റെ എഫക്റ്റ് ആയിട്ട്? ഇത് 2 എന്തിന്റെ ക്യൂബ് ആണോ അതങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, ജസ്റ്റ് ഞാൻ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ പവറിൽ ഒരു /2 നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് ഇത് ഏതോ നമ്പറിന്റെ പവർ 2 കൊടുക്കുന്നതാണ്. മീൻസ് 4ന്റെ പവർ 2 കൊടുക്കുന്നതാണ്. 4ന്റെ സ്ക്വയർ 16. അപ്പൊ /2 ഉണ്ടെങ്കിൽ ഇതും എന്തിന്റെ സ്ക്വയർ ആണെന്ന് നോക്കിയാൽ മതി. 16 എന്തിന്റെ സ്ക്വയറാ? 4ന്റെ. 625 എന്തിന്റെ സ്ക്വയറാ? 25ന്റെ. ഓക്കെ, അപ്പം ആ 2 അങ്ങനെ കളഞ്ഞേക്ക്. എന്തിന്റെ സ്ക്വയർ ആണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതങ്ങ് കളഞ്ഞേക്കുക. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 5ന്റെ സ്ക്വയർ 25, 2ന്റെ സ്ക്വയർ 4 ഇൻറ്റു 4/25. 4 കൂടെ കട്ട് 25/25 1. ഇത്രയേ ഉള്ളൂ പരിപാടി. എത്രയും കഴിഞ്ഞ് 2 സ്റ്റെപ്പ് നമുക്ക് ഉത്തരം കിട്ടും.
അപ്പം ആൻസർ 1 കേട്ടോ. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, ഇത്രയും കിടന്ന് എഴുതണമെന്നില്ല. അടുത്തത്, അനന്തുവിനെ ചൂണ്ടി അമൃത പറഞ്ഞു, അവന്റെ അച്ഛൻ എൻ്റെ മുത്തശ്ശിയുടെ ഒരേ ഒരു മകനാണ്. അതായത് അമൃത പറയുക, എൻ്റെ മുത്തശ്ശിയുടെ ഒരേ ഒരു മകനാണ് ആ പോന്ന അവന്റെ അച്ഛൻ. ഇപ്പൊ എൻ്റെ മുത്തശ്ശി എന്ന് പറയുമ്പം ഇപ്പൊ അമൃതയാണ് ഈ പറയുന്നത്. അമൃതയുടെ മുത്തശ്ശി എന്ന് പറയുമ്പം അമൃതയ്ക്ക് ഒരു അച്ഛനെ വരയ്ക്കാം നമുക്ക്, ഫാദർ. ഓക്കെ, ആ ഫാദറിന്റെ അമ്മ അതായിരിക്കും അമൃതയുടെ മുത്തശ്ശി. അമൃതയുടെ മുത്തശ്ശിയുടെ ഒരേ ഒരു മകൻ എന്ന് പറയുമ്പം അമൃതയുടെ അച്ഛൻ വരും. അമൃതയുടെ മുത്തശ്ശിയുടെ ഒരേ ഒരു മകനാണ് അവന്റെ അച്ഛൻ. ഇതെന്ന് പറയുന്ന അച്ഛനാണ് അവന്റെ. അപ്പൊ അവൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ മോനാവും. അപ്പൊ അവൻ, ഇതാ നിൽക്കുന്നു. ഓക്കെ, അപ്പൊ ഈ അച്ഛന്റെ മക്കളാവും ഇവര് രണ്ടുപേരും. എന്ന് വെച്ചാൽ ഇവര് സഹോദരി സഹോദരനാവും. അപ്പൊ അങ്ങനെ സഹോദരി സഹോദരൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ ഡി, സഹോദരൻ. ഇത് വേറെ രീതിയിൽ ചിന്തിച്ചാൽ കസിൻ ആവുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന അവസ്ഥ ചെറുതായിട്ടുണ്ട് കേട്ടോ, ചെറുതായിട്ട്. അത് നിങ്ങൾ നോക്കിക്കോ, കുഴപ്പമില്ല. ഇത് തന്നെ ഉത്തരം. നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്ന വഴി ഇതൊക്കെ തന്നെ. അപ്പോൾ സഹോദരൻ. ഓക്കെ, അപ്പൊ നമ്മുടെ ഫൈനൽ ഉത്തരം സഹോദരൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവസാനത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. 10ാമത്തെ ചോദ്യം. അവസാനത്തെ ചോദ്യമാണ്, തന്നിരിക്കുന്ന പേരും മേൽവിലാസത്തോട് തുല്യമായത് ഏതെന്ന ചോദ്യം. അവസാനത്തെ ചോദ്യമാണ്, തന്നിരിക്കുന്ന പേരും മേൽവിലാസത്തോട് തുല്യമായത് ഏത് എന്നതാണ് ചോദ്യം. അപ്പോൾ എയും ബിയും സിയും ഞാൻ ഇവിടെ, ഡി എന്ന ഓപ്ഷൻ ഇവിടെ എഴുതിയിട്ടേക്കുന്നത് കേട്ടോ, സ്ഥലമില്ലാത്തോട്ട് ഇങ്ങോട്ടൊന്ന് എഴുതിയതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ പേര്. അപ്പൊ ഇത് കറക്റ്റായിട്ട് സ്പെല്ലിങ് നോക്കി ഇതേ പോണക്ക് ഇരിക്കുന്ന ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് ആദ്യം മുഹമ്മദ് അൻസിൽ, അതൊന്ന് നോക്കാം. മുഹമ്മദ്, നമ്മുടെ ഓപ്ഷൻ എ ഒന്ന് നോക്കുന്നത്. മുഹമ്മദ് ഓക്കെയാണ്, അൻസിൽ അതൊക്കെയാണ്, എല്ലാത്തിൻ്റെ മുഹമ്മദ് അത് കറക്റ്റാണ്, അൻസിൽ ഓക്കെയാണ്. ഓപ്ഷൻ സി നോക്കുന്നത് മുഹമ്മദ് അൻസിൽ, അതും കിടിലുമാണ്. ഇവിടെ നിങ്ങൾ നോക്ക്, ഇവിടെ MU ആണെങ്കിൽ ഇവിടെ എല്ലാം MU വന്നേക്കുന്നത്, പക്ഷെ ഇവിടെ MO ആണ്. അപ്പൊ ഈ ഓപ്ഷൻ ഡി അല്ല, നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇനി നോക്കുകയേ വേണ്ട, ഓപ്ഷൻ ഡി ഔട്ടായി കഴിഞ്ഞു. ഇപ്പം മുഹമ്മദ് അൻസിലിനെ വെച്ച് നമുക്ക് ഒരു ഓപ്ഷൻ ഔട്ടായി. ഇനി അടുത്ത സാനിയ മൻസിൽ. അപ്പൊ സാനിയ, ഇവിടെ സാനിയ ഓക്കെ, ഇവിടെ സാനിയ ഓക്കെ, ഇവിടെ സാനിയ ഓക്കെ. ഇനി മൻസിൽ, ഇവിടെ ഇസഡ് ആണേ, പക്ഷെ ഇവിടെ വന്നപ്പോൾ എസ് കിടക്കുന്നുണ്ടോ, മൻസിൽ. അപ്പൊ ഓപ്ഷൻ എ ഔട്ടായി. ഇവിടെ മനസ്സിലൊക്കെയാണ്, ഇവിടെ മനസ്സിലൊക്കെയാണ്. ഇനി ബി ആണോ സി ആണോ എന്ന് മാത്രം അന്വേഷിച്ചാൽ മതി. മുഹമ്മദ് അൻസിലും സാനിയ മൻസിലും നമ്മൾ നോക്കിക്കഴിഞ്ഞ് ഇനി നമ്മുടെ റൗർ കേരള അല്ലേ, RAUR കേരള, റൗർ കേരള, കേരള അല്ല കേട്ടോ. ഓക്കെ, അത് അതൊന്നും നമുക്ക് വിഷയമല്ല. റൗർ കേരള, റൗർ കേരള കൊള്ളാം. അപ്പൊ നിങ്ങൾ നോക്ക്, RAUR ആണ് ഇവിടെ, പക്ഷെ ഇവിടെ നോക്ക് ROUR ആണ്, ഇവിടെ RAUR ആണ്. അപ്പൊ തന്നെ ഓപ്ഷൻ ബി നമുക്ക് ഔട്ടാക്കി കൂടെ, ഓപ്ഷൻ ബി ഔട്ടാക്കി. ഇത് ഓക്കെ ആണോ? RAUR KELA ഓക്കെ. 690732, 690732. അപ്പൊ എയും ബിയും ഡിയും വെട്ടിപ്പോയി, ഓപ്ഷൻ സി ആണ് നിലനിൽക്കുന്നത്. അപ്പൊ അത് നമുക്ക് കറപ്പിക്കാവുന്നതാണ്. എളുപ്പമുള്ള കുറെ ക്വസ്റ്റ്യൻസ് ആയിരുന്നില്ല, എനിക്ക് തോന്നുന്നത് എല്ലാം എളുപ്പമായിരുന്നു, പാടായിട്ടുള്ളതൊന്നും തന്നെ ഇല്ല. അപ്പം കാണാം വീണ്ടും അടുത്ത ക്ലാസ്സിൽ.